ഈ മഴക്കാലത്ത് എത്ര നനഞ്ഞ വസ്ത്രങ്ങളും വളരെ എളുപ്പത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ക്ലോത്ത് ഡ്രയർ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പെയിൻ്റൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 4 ലിറ്ററിൻ്റെ ചെറിയ ബക്കറ്റ് ഉണ്ട്, അതിലാണ്. ഈ ടൈപ്പ് ബക്കറ്റാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 12 വോൾട്ട് DC വർക്ക് ചെയ്യണ ഈ മോഡലൊരു ഫാനാണ്. ഇത് ആമസോണിൽ നിന്ന് 240 രൂപയ്ക്കാണ് വാങ്ങിയത്. പിന്നെ വേണ്ടത് ബൈക്കിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബും പിന്നെ ബൾബ് കയറുന്ന കൂട്ട് മെറ്റലിൻ്റെ ഒരു ഹോൾഡറും. നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഫാൻ ഫിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് വേറെ ഫ്രെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല, പണി എളുപ്പമുണ്ട്. ഇതുപോലത്തെ 4 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് എടുക്കുവാണെങ്കിൽ ഫാൻ കറക്റ്റ് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, കറക്റ്റ് അളവായുണ്ട്. ഈ മോഡൽ ഫാനുകൾ കൂടുതലും ഈ വണ്ടികളിലൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡ് പോലെയുണ്ട്, അതൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. ആ സ്റ്റാൻഡ് അഴിച്ചു മാറ്റാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് പ്ലെയർ കൊണ്ട് അതിന് നെറ്റ് അഴിക്കാം, അല്ലെങ്കിൽ 10ൻ്റെ സ്പാനർ ഉപയോഗിച്ചാലും മതി. ഈ ടൈപ്പ് ഫാൻ നമുക്ക് ഷോപ്പിലും വാങ്ങാൻ കിട്ടും, പക്ഷേ കുറച്ചും കൂടെ റേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ബക്കറ്റിൻ്റെ അടി സൈഡ് കട്ട് ചെയ്ത് ഓപ്പൺ പോലെ ആക്കണം. അപ്പോൾ 6 ഇഞ്ച് നീളത്തിൽ പൈപ്പ് പോലെ മതി ബക്കറ്റിൻ്റെ. നമ്മളിപ്പോൾ ബക്കറ്റ് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒന്നേ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് പയ്യൊന്ന് മിനുസമാക്കിയെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഫയൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ചോ ഇതുപോലെ മിനുസപ്പെടുത്തിയെടുത്താൽ മതി. ഈ ബക്കറ്റിന് പകരം ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കണ ഈ PVC പൈപ്പ് ഈ അളവിലുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി, അടിപൊളിയായിട്ടിരിക്കും. ഇനി ബക്കറ്റിൻ്റെ ഉള്ളിലത്തെ അളവ് കറക്റ്റായിട്ട് അളന്നെടുത്ത ശേഷം അതേ അളവിലുള്ള തടി കഷ്ണം എടുക്കണം. അപ്പോൾ ബക്കറ്റിൻ്റെ ഉള്ളിലത്തെ അളവ് നോക്കിയപ്പോൾ 7 ഇഞ്ചായിരുന്നു. അതേ നീളത്തിലുള്ള തടി കഷ്ണം കട്ട് ചെയ്തെടുക്കണം. ഈ തടി കഷ്ണം നമുക്ക് ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിലാണ് നമുക്ക് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയുള്ള ഹാങ്കർ കൊളുത്തിരുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത തടി കഷ്ണത്തിൽ 6 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത 6 സ്ഥലത്തും ചെറിയ ഗ്രൂ പോലെ ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഹാങ്കറിൽ തൂക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ കറക്റ്റ് ഇവിടെ തന്നെ കിടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഫാൻ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മുകളിൽ കൈ പിടിക്കാൻ വേണ്ടിയുള്ള ഹാൻഡിലുള്ളതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീളം കുറച്ച് കൂട്ടണം. അപ്പോൾ നീളം കൂട്ടാൻ വേണ്ടി PVC പൈപ്പിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്ത ശേഷം അതാണ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. PVC പൈപ്പിൽ നിന്ന് ഈ പീസ് കട്ട് ചെയ്തിട്ട് ചൂടാക്കിയ ശേഷമാണ് ഈ ഷേപ്പിലാക്കി എടുത്തത്. നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വേണം. അപ്പോൾ ഹോൾ ഇട്ട ശേഷം റിവറ്റ് അടിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്ലെക്സ് കിക്കൊക്കെ വെച്ച് ഒട്ടിക്കാനാണെങ്കിലും ഈ ബക്കറ്റിൻ്റെ മെറ്റീരിയലിലേക്ക് ഫ്ലെക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചപ്പോഴും വലിയ സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല, അതാണ് ഇങ്ങനെ ചെയ്തത്. ഇതുപോലെ ചെയ്തേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ച് കെട്ടിയെടുത്താലും മതി, കെട്ടി തൂക്കിയിടാൻ പാകത്തിന്. ഈ ക്ലോത്ത് ഡ്രയർ എവിടെയെങ്കിലും തൂക്കിയാണ് ഇടണമെന്ന് ഈ കയറയിലോ അല്ലെങ്കിൽ വല്ല ഹുക്ക് പോലെ ഉള്ളിടത്തൊക്കെ. അപ്പോൾ അതിന് പറ്റിയ രീതിയിലാണ് വേണ്ടത്. ഇനി നമ്മുടെ ബക്കറ്റിലേക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇങ്ങനെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഇച്ചിരി ലുക്കായിട്ടിരുന്നോട്ടെ എന്ന് ഓർത്താണ് ഇങ്ങനെ ചെയ്തത്. ഫസ്റ്റ് നമുക്ക് ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ആ ബൾബാണ്. അപ്പോൾ ബൾബ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ബക്കറ്റിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ബൾബ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങുന്ന ടൈമിൽ ഹീറ്റിന് വേണ്ടിയാണ്. ഈ ബൾബിന് പകരം കുറച്ചും കൂടെ വാട്ട്സ് കൂടിയ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബൊക്കെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആംബിയർ കൂടി അഡാപ്റ്ററൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറണ്ട് ചാർജും കൂടാൻ ചാൻസ് ഉണ്ട്. ഈ ബൾബിൻ്റെ ഹോൾഡറിൽ തന്നെ ചെറിയ സ്റ്റാൻഡ് പോലെയുണ്ട്, അതിൽ 2 ഹോളുകളും ഉണ്ട്, ചെറിയ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കാൻ പാകത്തിന്. അപ്പോൾ അതിൻ്റെ സെയിം അളവ് നമുക്ക് ബക്കറ്റിൽ മാർക്ക് ചെയ്ത ശേഷം 2 ഹോൾ ഇട്ടെടുക്കാം. ഇത് ഞാൻ ഉറപ്പിക്കുന്നത് റിവറ്റ് അടിച്ചാണ്. ഇതിന് പകരം ചെറിയ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചാലും മതി. ഇനി നമുക്ക് വേണ്ടത് ഇത് ഓണാക്കാനും ഓഫാക്കാനും പറ്റിയ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. ഈ സ്വിച്ച് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയാണ്. ഫാൻ നമ്മൾ എക്സ്ട്രാ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നില്ല, ഫാനിൻ്റെ പുറകിൽ തന്നെ വേറെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതേ അളവിൽ തന്നെ നമുക്ക് ബക്കറ്റിൽ ഒരു ഹോൾ ഇട്ടെടുക്കാം. ഈ സ്വിച്ചിന് പകരം റൗണ്ട് സ്വിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾ ഇടാനൊക്കെ എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ ഫാനിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു DC ഫീമെയിൽ സോക്കറ്റ് കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്ത ടൈമിൽ കാണിക്കാൻ മറന്നുപോയായിരുന്നു. ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത മിനി ഗ്രൈൻഡിങ് മെഷീൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് സ്വിച്ച് കയറിയിരിക്കാൻ പാകത്തിന് വേണം. ഇനി ബൾബിൻ്റെ ഹോൾഡറിൽ നിന്ന് തന്നെ ഒരു വയർ നേരെ സ്വിച്ചിൻ്റെ ഒരു ലെഗയിലേക്ക് സോൾഡർ ചെയ്യാം. ഇങ്ങനെ വരുന്ന ഹോൾഡറിന് മിക്കതും തന്നെ അതിൻ്റെ പോസിറ്റീവിൻ്റെ ഒരു വയർ മാത്രമാണ് കാണുള്ളൂ, നെഗറ്റീവിൻ്റെ വയർ കാണില്ല. അത് ആ ഹോൾഡറിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്താൽ മതി. ഇനി ബൾബിൻ്റെ ഹോൾഡറിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു വയറും അതുപോലെ സ്വിച്ചിൻ്റെ മെറ്റൽ ലെഗിൽ നിന്നും ഒരു വയറും സോൾഡർ ചെയ്തെടുക്കണം. ഈ 2 വയറും ഫാൻ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടയ്ക്കൂടെ പുറത്തേക്ക് ഇടണം. ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫാൻ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫാൻ പയ്യെ ഇറക്കി വെച്ചിട്ട് ബക്കറ്റിൻ്റെ ഹാൻഡിലിൽ പയ്യെ കൈ കൊണ്ട് പിടിച്ചു നോക്കണം കറക്റ്റ് ലെവലിലാണോന്ന്. ഈ ഫാൻ ചെരിച്ച് വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹുക്കേലോ അല്ലെങ്കിൽ വള്ളിയിലൊക്കെ ഈ ഡ്രയർ തൂക്കി ഇടുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കും. ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാത്തവരാണ് ഈ ബക്കറ്റിൽ ചെറിയ ഹോൾ ഇട്ട ശേഷം ഒന്നീ കമ്പി അല്ലെങ്കിൽ കേബിൾ ടൈ ഒക്കെ ഇട്ട് കെട്ടിയാലും മതി. ആദ്യം ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു, പിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടി 3 വശങ്ങളിൽ ഹോൾ ഇട്ട ശേഷം കേബിൾ ടൈ കൂടി ഇട്ടങ്ങ് കെട്ടി. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കാനാണ്. അതിനുവേണ്ടി ഫാനിൻ്റെ പുറയിലുള്ള കവർ അഴിച്ചെടുക്കണം. അത് 3 ചെറിയ സ്ക്രൂ ഇട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് അഴിച്ചെടുക്കുമ്പോൾ പയ്യെ വേണം അഴിച്ചെടുക്കാൻ. ആ കവറിലാണ് സ്വിച്ചൊക്കെ വരുന്നത്, അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ വിട്ടുപോകാതെ ശ്രദ്ധിച്ച് വേണം. ഈ ടൈപ്പ് ഫാനൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ മോട്ടറിൻ്റെ ഉള്ളിലത്തെ കാർബൺ ബ്രഷ് തീരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്രഷ് തീർന്നു പോയാലും ഈ ഫാൻ കളയേണ്ട ആവശ്യമില്ല. ഈ മോട്ടറായിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. 60-70 രൂപയ്ക്ക് റേറ്റ് ഉള്ളൂ. ഇനി ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഫാനിൻ്റെ പുറകിലൊരു ചെറിയ ഹോൾ ഇടണം. അതിലൊക്കെ കൂടെ വയർ ഉള്ളിലേക്ക് കയറ്റിയ ശേഷം ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടുന്ന് കണക്ഷൻ എടുത്തപ്പോൾ മോട്ടറിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നുമാണ് 2 വയറുകൾ സോൾഡർ ചെയ്തെടുത്തത്. അതിന് പകരം DC ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് എടുത്താലും മതി. പക്ഷേ അത് ഞാൻ ഫുൾ ഇൻസുലേഷനൊക്കെ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ 2 വയറുകളും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത ശേഷം മോട്ടറിൻ്റെ ബാക്കിലത്തെ കവറും 3 സ്ക്രൂ ഇട്ട് അടച്ചെടുക്കാം. നമ്മൾ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫാൻ ഗ്ലൂ ഗൺ വെച്ച് മാത്രം ഒട്ടിച്ച് കഴിയുമ്പോഴത്തന്നെ ഫാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം വൈബ്രേഷനൊക്കെ ഉള്ളതുകൊണ്ട് അത് വിട്ടുപോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബക്കറ്റിൽ ചെറിയ ഹോൾ ഇട്ട ശേഷം 3 സൈഡിലായിട്ട് കേബിൾ ടൈ കൂടി ഇട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം ഹാങ്കറൊക്കെ കൊളുത്തിടാൻ പാകത്തിന് ഒരു തടി പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ തടി പീസ് നമ്മൾ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മുകളിലുള്ള ഹാൻഡിലിൻ്റെ അതേ അളവിൽ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ആവില്ല. ഞാനിപ്പോൾ ബക്കറ്റിലേക്ക് തടി ഉറപ്പിച്ചത് സ്ക്രൂ ചെയ്താണ്. അപ്പോൾ നമ്മുടെ ഡ്രയറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് വസ്ത്രങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ള കവർ പോലെ ഉണ്ടാക്കലാണ്. അതെന്ത് വെച്ച് ഉണ്ടാക്കുന്ന ഓർത്തപ്പോഴാണ് ഇപ്പോഴത്തെ റെയിൻ കോട്ടിൽ 70 രൂപ കിട്ടുന്നത്. അത് ഒരെണ്ണം വാങ്ങി. ആദ്യം നമുക്ക് ഈ റെയിൻ കോട്ടിൻ്റെ 2 സൈഡിലെയും കൈകൾ കട്ട് ചെയ്ത് കളയണം. ഇതുപോലത്തെ റെയിൻ കോട്ടിനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രയറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അതേ സൈസിലാണ്. പിന്നെ ഈ റെയിൻ കോട്ടിൻ്റെ തലയിൽ ഇടാൻ വേണ്ടിയുള്ള ക്യാപ്പ് പോലെയുണ്ട്, അവിടവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ റെയിൻ കോട്ടിന് കനം കുറവായതുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും എളുപ്പമുണ്ട്. റെയിൻ കോട്ടിൻ്റെ 2 കൈകളും കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് അവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ തയ്ച്ചെടുത്താലും മതി. ഈ തയ്ക്കണതിന് പകരം വലിയ ഇൻസുലേഷൻ ടേപ്പോ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ഫാനിൻ്റെ കാറ്റ് ആ ഹോളിക്കടെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ബക്കറ്റിൻ്റെ താഴെ എൻഡിലായിട്ട് ഫുള്ളായിട്ട് തന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ റെയിൻ കോട്ടിൻ്റെ ക്യാപ്പ് ഇരുന്ന സ്ഥലം കട്ട് ചെയ്തില്ലേ, അവിടെയാണ് ഈ ഡബിൾ സൈഡ് ടേപ്പിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ബക്കറ്റിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കണം. ഈ റെയിൻ കോട്ട് ബക്കറ്റിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഡ്രയറിൻ്റെ ഉള്ളിലേക്ക് ഹാങ്കർ ഇടുമ്പോൾ ഷർട്ടൊക്കെ ഇടുവാണെങ്കിൽ ആ റെയിൻ കോട്ടിലേക്ക് കറക്റ്റ് ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഈ റെയിൻ കോട്ട് കറക്റ്റായിട്ട് തന്നെ ബക്കറ്റിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. എന്നാലും ഈ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പശയൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമെ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്നും കൂടെ ഒട്ടിക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇൻസുലേഷൻ ടേപ്പ് ഒരു 3 റൗണ്ട് അങ്ങ് ഒട്ടിച്ചു. ഈ മഴക്കാലത്ത് മിക്കവരും തന്നെ ഡ്രസ്സൊക്കെ എളുപ്പത്തിൽ ഉണങ്ങാൻ വേണ്ടി റൂമിൽ അഴയെ കെട്ടി ഫാനൊക്കെ ഇട്ടാണ് ഉണക്കിയെടുക്കാറ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഫാൻ ഫുൾ സ്പീഡിലിട്ടുന്നവരും ഡ്രസ്സൊക്കെ ഉണങ്ങിയെടുക്കാൻ, അപ്പോൾ തണുത്തട്ടോട്ട് കിടക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഡ്രയറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ഡ്രസ്സൊക്കെ ഉണങ്ങി നോക്കാം. ഈ ഡ്രയർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് വള്ളിയിലോ അല്ലെങ്കിൽ ഹുക്കയിലോ എന്തെങ്കിലും കുളത്തിയോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കി ഇടണം. ഇതുപോലെ ചെയ്യുമ്പോൾ നിലത്ത് മുട്ടാതെ പൊക്കത്തിൽ നിന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായതുകൊണ്ടാണ് ഇച്ചിരി ഹൈറ്റിൽ ചെയ്തത്. ആദ്യം നമുക്ക് ഉണങ്ങാൻ ആവശ്യമായ ഓരോ ഡ്രസ്സുകളും ഓരോ ഹാങ്കറിലേക്ക് ഇടണം. 6 വരെ നമുക്ക് ഇതിൽ ഒരേ സമയം ഉണങ്ങാം. ഇനി റെയിൻ കോട്ടിൻ്റെ ഉള്ളിക്കടെ ബക്കറ്റിൽ പിടിപ്പിച്ച തടിയിലേക്ക് ഓരോ ഹാങ്കറുകളും കൊളുത്തിയിട്ടാൽ മതി. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫാനിൻ്റെ മുകളിലുള്ള DC ഫീമെയിൽ സോക്കറ്റിലേക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കണക്ഷൻ കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ റെയിൻ കോട്ടിൻ്റെ അടിയിൽ ചെറുതായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ചെറിയ ഹോൾ താഴത്തേക്കുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാ ഡ്രസ്സിലേക്കും എയർ വരുള്ളൂ. അടിയിലായിട്ട് ചെറിയ ഗ്യാപ്പും ഉണ്ട് കുറച്ച് എയർ പുറത്തേക്ക് പോകാൻ പാകത്തിന്. ഒരുപാട് നനഞ്ഞ ഡ്രസ്സൊക്കെ ആണെങ്കിൽ മുകളിലുള്ള ലൈറ്റിംഗ് ഓൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്ത് ഡ്രസ്സൊക്കെ ഉണങ്ങി നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി വരുന്നുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും മേക്കിംഗ് വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതുപോലെ ചെയ്യാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.